വോട്ടെണ്ണൽ ആരംഭിച്ചു എന്ന സൂചനകൾ ആണ് പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ളവർ മാറി നിൽക്കുന്നു എന്ന വിവരമുണ്ട്. അതിൽ പൗണ്ട് കടവിൽ നിന്നുള്ള പ്രതിനിധി മാറി നിൽക്കുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അതായത് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ മാത്രമാണ് 50 വോട്ടുകളിൽ അധികം നേടാൻ വി രാജേഷിന് സാധിച്ചോ എന്നതിൽ വ്യക്തത വരികയുള്ളൂ. വി അരുണിലേക്ക് തന്നെ പോകുമ്പോൾ, അരുൺ, വോട്ടെണ്ണൽ ആരംഭിക്കുന്നു എന്ന സൂചനയാണല്ലോ നേരത്തെ പങ്കുവച്ചത്, അതിൽ വ്യക്തതയുണ്ടോ? ഒരു വാർത്ത കൂടിയുണ്ട്. വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടില്ല. ബിജെപിയുടെ കൌൺസിലർമാർക്കെതിരെ CPM ജില്ലാ കളക്ടറെ പരാതി അറിയിച്ചിരിക്കുന്നു. അത് സത്യപ്രതിജ്ഞാ ചടങ്ങിലെ സത്യവാചകം ചൊല്ലുമ്പോൾ ചട്ടവിരുദ്ധമായി സത്യവാചകം ചൊല്ലി എന്ന പരാതിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെയും അതുപോലെ തന്നെ ചില ദൈവങ്ങളുടെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞ്, കാവിലമ്മയുടെയും അതുപോലെ ബലിദാനികളുടെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞ് സത്യവാചകം ചൊല്ലിയത് ചട്ടവിരുദ്ധമാണ്, അവരുടെ വോട്ട് കണക്കാക്കരുതെന്ന ആവശ്യമാണ് ഇപ്പോൾ CPM ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. ആ കാര്യത്തിൽ ഇപ്പോൾ സംസാരം നടക്കുകയാണ്, ചർച്ചകൾ നടക്കുകയാണ് കൌൺസിൽ ഹാളിൽ. അതുകൊണ്ട് തന്നെ കൌണ്ടിംഗ് ആരംഭിച്ചിട്ടില്ല. നമുക്കറിയാം 20 കൌൺസിലർമാർക്കെതിരെയാണ് ബിജെപി നേരത്തെ പരാതി നൽകിയ CPM നേരത്തെ പരാതി നൽകിയത്. 20 കൌൺസിലർമാർ കാവിലമ്മയുടെയും അതുപോലെ തന്നെ മറ്റു ദൈവങ്ങളുടെയും ഒക്കെ ഉദയന്നൂർ ദേവിയുടെയും ആറ്റുകാൽ കളക്ടറും LDF-ഉം തമ്മിൽ തർക്കം, ജില്ലാ കളക്ടറുമായി വരണാധികാരിയായ ജില്ലാ കളക്ടറുമായി CPM ഇടതുമുന്നണി അംഗങ്ങൾ ഹാളിൽ തർക്കമുണ്ടാകുന്ന വിവരമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഇവരുടെ വോട്ട് സാധുവാക്കരുത് എന്ന ആവശ്യമാകും ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുക. അതിൽ ഇടപെടാൻ കഴിയുന്ന കളക്ടർ പറഞ്ഞതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കളക്ടറും ഇടത് അംഗങ്ങളും തമ്മിൽ ഇപ്പോൾ തർക്കം ഉണ്ടാവുകയാണ്. ബിജെപിയുടെ 20 കൌൺസിലർമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും ഇന്ന് ഹൈക്കോടതിയിലുമൊക്കെ CPM പരാതി ഹർജിയുമൊക്കെ നൽകിയത്. ആ കൌൺസിലർമാരുടെ വോട്ട് എണ്ണരുത് എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. 20 കൌൺസിലർമാരിൽ എങ്ങനെയാണ് അവർ ചട്ടം ലംഘിച്ചതെന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടാണ് നൽകിയത്. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സത്യവാചകം ചൊല്ലി, ഉദയന്നൂർ ദേവിയുടെ പേരിൽ സത്യവാചകം ചൊല്ലി, അയ്യപ്പന്റെ പേരിൽ സത്യവാചകം ചൊല്ലി, ശബരിമല ശാസ്താവിന്റെ പേരിൽ സത്യവാചകം ചൊല്ലി. ഇപ്പോൾ സുരേഷ് ഗോപി, ബിജെപിയുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൂടി ഇവിടേക്ക് എത്തുകയാണ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകാൻ സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ബിജെപിയുടെ പ്രധാന നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി കൂടെ ഇവിടെ എത്തുന്നു. തിരുവനന്തപുരം തിലകം തിരുവനന്തപുരം എന്നാണ് അദ്ദേഹം ഈ വോട്ടെടുപ്പ് ദിവസം രാവിലെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തിലകം തിരുവനന്തപുരം, ആ തിലകം അണിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം നഗരസഭ. അത് ബിജെപിയുടെ കാവി തിലകമാണ്. അത് അതിന്റെ ഔദ്യോഗികമായ സ്ഥാനാരോഹണമാണ് ഇനി ബാക്കിയുള്ളത്. അത് സാക്ഷിയാകാൻ സുരേഷ് ഗോപിയും ഇവിടേക്ക് എത്തുകയാണ്. ഇപ്പോഴും ജില്ലാ കളക്ടറും ഇടത് അംഗങ്ങളുമായുള്ള തർക്കം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കൌണ്ടിംഗ് ആരംഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അഭിലാഷ്. യെസ്, തീർച്ചയായും അവിടെ സൂചിപ്പിക്കുന്ന പോലെ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു. അത് BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് എന്നതാണ്. നേരത്തെ തന്നെ ഇതിൽ പരാതി നൽകുവാൻ CPIM തീരുമാനിച്ചിരുന്നതാണ്. കോടതിയടക്കം സമീപിക്കും എന്നതാണ് CPIM വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെങ്കിലും ഈ തരത്തിൽ ഓരോ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ അത് ചട്ടലംഘനമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് എന്താണ് ആ ചട്ടലംഘന പരാതിക്ക് സാഹചര്യമൊരുക്കിയിട്ടുള്ള സത്യപ്രതിജ്ഞ എന്ന് നോക്കാം. വളരെ പെട്ടെന്ന് ആ ദൃശ്യങ്ങളിലേക്ക്. നിർവഹിക്കുമെന്ന് ഗുരുദേവനാമത്തിൽ സത്യപ്രതിജ്ഞ നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭനാമത്തിൽ സത്യപ്രതിജ്ഞ അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ശ്രീ ഉദയന്നൂർ ദേവിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബലിദാനികൾ, അമരന്മാർ, വന്ദേ മാതരം. നിർവഹിക്കുമെന്ന് കാവിലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്നും ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ. എന്റെ പ്രസ്ഥാനത്തിനു വേണ്ടി ധീരബലിദാനികളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവല്ലം പരശുരാമന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. അയ്യപ്പ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. BJPയുടെ 20 കൗൺസിലർമാർ ആണ് ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തിയത് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പരാതി. നേരത്തെ ഉമേഷ് ചള്ളിയിൽ എന്ന MLA ഗുരുദേവ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് വിവാദമാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇവിടെ ഈ പരാതി പ്രധാനപ്പെട്ടതായി മാറുന്നത് നിലവിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതായത് സത്യപ്രതിജ്ഞ ചട്ടലംഘനം എന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പരാതി ഉൾക്കൊള്ളാൻ വരണാധികാരിയായിട്ടുള്ള കളക്ടർ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോടതി പോവുകയോ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരവ് വരട്ടെ എന്നതാകാം നിലപാട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിനെ വീണ്ടും ചലഞ്ച് ചെയ്യുമോ
എന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും ഇവർ സത്യപ്രതിജ്ഞ ചെല്ലേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇന്ന് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ, അതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും പരാതിയുമായി ഇടതുപക്ഷം രംഗത്തുണ്ട്. കോടതിക്കടക്കം പരാതി നൽകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം പരാതിയുമായി സമീപിക്കുന്നുണ്ട്. 20 കൗൺസിലർമാർ ചട്ടലംഘനം നടത്തിയിരിക്കുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇത് അംഗീകരിക്കപ്പെടുകയോ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് റദ്ദാക്കി അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന നിർദ്ദേശം നേരത്തെ വരികയോ ചെയ്തിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമായിരുന്നു. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇനി അറിയേണ്ടത് ഈ പരാതിയിൽ എന്ത് നടപടി സ്വീകരിക്കും കോടതി ഉൾപ്പെടെ എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഇപ്പോഴിതാ BJP അടക്കം വലിയ ആവേശത്തിലാണ്. BJP പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അവർ പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. കാരണം അവർ VV രാജേഷിന്റെ വിജയം ഉറപ്പിക്കുകയാണ്. പുറത്ത് അതായത് നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ട് എങ്കിൽ പോലും, അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങ് അതിന് എതിരെ അടക്കം പരാതികൾ ഉണ്ട് എങ്കിൽ പോലും അത്
ബാധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കം നടക്കേണ്ടത്. അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നീക്കങ്ങൾ ഇനി സാധ്യമാകുമോ എന്നത് സ്വാഭാവികമായും ഇടതുപക്ഷം കൂടുതൽ കരുത്തോടെ ശ്രമിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വി അരുണിലേക്ക് പോകുമ്പോൾ, അരുൺ, ഇതാ പ്രഖ്യാപനമൊക്കെ വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ വലിയ ആവേശത്തിൽ മുദ്രാവാക്യം മുഴക്കുകയാണല്ലോ അവിടുത്തെ പ്രവർത്തകർ, BJP പ്രവർത്തകർ. അംബേദ്കർ